ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23-ാം അധ്യായം 27-ാം വാക്യം വായിക്കുന്നു. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമേ, നിങ്ങൾക്ക് ഹാ കഷ്ടം! വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ സമമാകുന്നു. അവ പുറമേ മനോഹരമായി കാണുന്നുവെങ്കിലും അവയുടെ ഉള്ളിൽ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി മോശയുടെ ന്യായപ്രമാണമനുസരിച്ച് ജീവിക്കാമെന്ന് സ്വയം തീരുമാനിച്ച് പ്രത്യേകമായ വേഷമണിഞ്ഞ് തെരുവീതികളിലും തിരക്കുള്ള സ്ഥലങ്ങളിലും നിന്ന് ദീർഘമായി പ്രാർത്ഥിച്ച് ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിക്കുന്നവർ എന്ന് സാധാരണ ജനങ്ങളെ വിശ്വസിപ്പിച്ചു വന്നവരായിരുന്നു പരീശന്മാർ. ദൈവാലയത്തിലെ രേഖകളുടെയും ന്യായപ്രമാണ വിശകലനങ്ങളുടെയും വിശദാംശങ്ങൾ ദീർഘവർഷങ്ങൾ പഠിച്ച് അതിന്റെ പകർത്തുകാരും എഴുത്തുകാരും ഔദ്യോഗിക ചുമതലകൾ വഹിച്ചിരുന്നവരുമായ ശാസ്ത്രിമാർ ദൈവത്തിന്റെ വാത്സല്യ ജനങ്ങളാണെന്നുള്ള ഭാവനയാണ് പൊതുജീവിതത്തിൽ വിരാജിച്ചിരുന്നത്. എന്നാൽ കർത്താവ് അവരെ പുറമേ അതിമനോഹരമായി പടുത്തുയർത്തിയിരിക്കുന്ന ശവക്കല്ലറകളോടാണ് ഉപമിച്ചിരിക്കുന്നത്. സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കു വേണ്ടി 10,000 ചെലവഴിച്ച് കല്ലറകൾ പടുത്തുയർത്തിയാലും കൂരിരുൾ നിറഞ്ഞ ശവക്കല്ലറകൾക്കുള്ളിൽ അവശേഷിക്കുന്നത് പുഴുവും കൃമിയും മാംസം കാർന്നു തിന്ന് വികൃതമായ ഭയം സൃഷ്ടിക്കുന്ന അസ്ഥികൂടം മാത്രമാണുള്ളത്. ഏറ്റവും നിസ്സാരമായ ജീരകം, ചതകുപ്പ, തുളസി മുതലായവയ്ക്ക് പോലും ദശാംശം കൊടുക്കുകയും സുദീർഘമായി പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ 2 പ്രാവശ്യം ഉപവസിക്കുകയും ചെയ്തിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും കപടഭക്തിയിൽ ജീവിക്കുന്നവരായിരുന്നു. ദുഷ്ടത നിറഞ്ഞ ഹൃദയമുണ്ടായിരുന്ന അവർ ആരോരുമില്ലാത്ത വിധവമാരുടെ വീടുകളെ വിഴുങ്ങുന്ന നികൃഷ്ടന്മാരായിരുന്നുവെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരെ വെള്ളതേച്ച ശവക്കല്ലറകളോട് ഉപമിക്കുന്നത്. സഹോദരാ സഹോദരി, നിന്റെ ഇടവകയിൽ, കൂട്ടായ്മകളിൽ, ശുശ്രൂഷകളിലൊക്കെയും പ്രശസ്തി പിടിച്ചുപറ്റിയ നീ പൂജിതയായ പ്രവർത്തകയോ ആയിരിക്കാം. എന്നാൽ കർത്താവ് നിന്നോട് ചോദിക്കുന്നു, നീ ഒരു വെള്ളതേച്ച ശവക്കല്ലറയാണോ? സ്വാർത്ഥ ലാഭങ്ങൾക്കു വേണ്ടി കർത്താവിന്റെ നാമത്തിൽ നീ മനുഷ്യരെ ചൂഷണം ചെയ്യുന്നുവോ? എങ്കിൽ ഈ അവസരത്തിൽ കണ്ണുനീരോടെ നിന്റെ കുറവുകൾ ഏറ്റുപറഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയായി തീരുമോ? ശവക്കല്ലറയുടെ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായി തീരൂ.